ശബരിമലയിലെ സ്വർണ്ണവാതിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംശയങ്ങൾ ഹൈക്കോടതി തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണവാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ 98-ൽ സ്വർണം പൊതിഞ്ഞിരുന്ന പഴയ വാതിലിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹമായി അവശേഷിക്കുന്ന ചോദ്യം. അതേസമയം തന്നെ ഈ സ്വർണ്ണവാതിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടത്. സ്വർണ്ണവാതിൽ നിർമ്മാണത്തിൻ്റെ ഭാഗമായി 2 തവണ സന്നിധാനത്ത് എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർമ്മാതാക്കൾ ഈ പഴയ വാതിൽ ഊരി മാറ്റി അളവുകൾ നോക്കി എന്നുള്ളത് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറവിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഹൈക്കോടതി സംശയിച്ചിരുന്നത്. അപ്പോൾ ആ അളവുകൾ നോക്കി അങ്ങനെ 2 തവണ പഴയ വാതിൽ ഇളക്കി മാറ്റി എന്നുള്ളതിൻ്റെ ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവുകൾ കൂടിയാണ്. ആദ്യം ശില്പി നന്ദന്റെ നേതൃത്വത്തിൽ പലകകൾ സന്നിധാനത്ത് എത്തിച്ച് സ്വർണ്ണവാതിലിൻ്റെ അളവുമായി താരതമ്യം ചെയ്തിരുന്നു. അതിനുശേഷം ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഈ തടിയിലുള്ള പണി പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദിൽ പോയി ചെമ്പ് പൊതിഞ്ഞ് തിരിച്ച് വീണ്ടും ആ ചെമ്പുപാളി പതിച്ച വാതിലുകൾ സന്നിധാനത്ത് കൊണ്ടുവന്നു. സ്വർണ്ണവാതിൽ ഇളക്കി മാറ്റി അതേ കുളത്തിൽ ഈ ചെമ്പ് പൊതിഞ്ഞ വാതിലുകളിട്ട് അളവുകൾ പരിശോധിച്ചു. അതിനുശേഷം പിന്നീട് സ്മാർക്കേഷൻസിൽ കൊണ്ടുവന്ന് സ്വർണം പൂശിയാണ് തിരികെ ഘോഷയാത്രയായി കോട്ടയത്തൊക്കെ എത്തിച്ച ശേഷം സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ചെമ്പ് വാതിൽ പരിശോധിക്കുന്ന ചിത്രങ്ങളും മാതൃഭൂമി ന്യൂസ് ഒന്ന് പുറത്തുവിട്ടു. അതിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അതിനൊപ്പം തന്നെ മുരാരി ബാബുവും എ പത്മകുമാറും ഒക്കെ അതിന് സാക്ഷികളായിട്ടുണ്ട്. 2018-ൽ യുവതീ പ്രവേശന പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് നന്ദൻ ശില്പിയുടെ നേതൃത്വത്തിൽ ഈ പണിക്കാർ അവിടെ എത്തി ഈ പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. അന്ന് ധൃതി പിടിച്ച് എന്തിനാണ് ആ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ഈ വാതിലിന് വേണ്ടി അളവ് എടുക്കാനൊക്കെ വന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഏതായാലും ഈ വാതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ സംശയങ്ങൾക്ക് ബലം നൽകുന്ന പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, തെളിവുകളാണ് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടത്.